Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഒരു സിമ്പിൾ ആയിട്ടുള്ള റാന്തലാണിത്. അപ്പോൾ ഒരു പഴയ ബോട്ടിലും കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ റാന്തൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. അതിന് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്യണം. ഇനി അത് മുകളിലേക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇനി വേണ്ടത് നമുക്ക് പേപ്പർ ടേപ്പാണ്. അത് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെയും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഈ പോർഷൻ നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പോർഷൻ്റെ അത്രയും മതി. രണ്ട് സൈഡും അതിൻ്റെ രണ്ട് എഡ്ജും ഒരുപോലെ ഇരിക്കണം. അപ്പോൾ നമുക്കതിനൊന്ന് ജസ്റ്റ് അടയാളം എടുക്കാം. എത്ര വേണമെന്ന് അടയാളം എടുക്കാം. ബാക്കിയുള്ള പോർഷൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത് രണ്ടും ഒരേപോലത്തെ അളവിലായി. ഇനി ഇതിൽ നമുക്ക് പേപ്പർ ടൈപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പോർഷൻ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതും പേപ്പർ ടൈപ്പ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. നമുക്ക് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു പോർഷൻ നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച പോർഷൻ ഉണ്ടല്ലോ, അതിലും നമുക്കതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗമ്മും ന്യൂസ് പേപ്പറുമാണ്. ന്യൂസ് പേപ്പർ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. രണ്ട് പോർഷനിൽ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബലൂണാണ്. അതിൽ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം. 2-3 ലെയർ നമുക്ക് ചെയ്തെടുക്കണം.
ഇതിപ്പോൾ 3 പോർഷൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബലൂണിൻ്റെ പോർഷനിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ റൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്കതുപോലെ ഒന്ന് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ നല്ല കട്ടിയിൽ ഒട്ടിക്കണം കേട്ടോ. 2, 3, 4 ലെയർ ചെയ്യണം. എന്നാലേ നമുക്കത് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു വൃത്തിയിൽ കിട്ടുകയുള്ളൂ. എല്ലാ പോർഷൻസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അത് ഞാൻ ഒന്ന് തിക്കിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ തെർമോക്കോളിൽ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജസൊക്കെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ 2 സൈഡും ഞാനിപ്പോൾ നന്നായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പീസാണ്. അത് നമുക്കതിൻ്റെ മുകൾ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ ഇതൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ അതിനെ ഫുള്ളായിട്ട് ഇതിൻ്റെ മൊത്തത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലോണം റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. മൊത്തം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗമ്മും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും ആണ്. നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെയാണ് മുറിക്കുന്നത്. നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഒരു കുഞ്ഞ് പീസ് എടുക്കാം. അതിലേക്ക് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ഈ എല്ലാ ഹോൾസിലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഹോൾസിലും ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പകുതി വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറാണ് മൊത്തത്തിൽ ചെയ്യണത്. അതിൻ്റെ ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ചെയ്യുന്നില്ല കേട്ടോ. ബാക്കി എല്ലാ പോർഷനെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൽ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസാണ് കൊടുക്കുന്നത്.
നമുക്കിതിൻ്റെ ഉള്ളിലൊരു ബൾബും കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ യെല്ലോ കളറും റെഡൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല എങ്ങനെയാണ് ബൾബ് കൊടുക്കുന്നത്. നമ്മൾ മുകളിലൊരു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിലൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ബോട്ടിൽ വെച്ചിട്ട് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.